ഒരാളിൽ ശൈത്വാനീയത്തായ ബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആദ്യമായി അതിൻ്റെ ലക്ഷണമാണ് എല്ലാ സമയത്തും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വരെ പേടി തോന്നുക. എന്തിനോടും ഒരു പേടി തോന്നുക, എല്ലാ സമയത്തും നമുക്ക് പേടി തോന്നുക. ഒരാളിൽ ശൈത്വാനീയത്തായ ശർറ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ലക്ഷണമാണ് അത്. എന്നാൽ രണ്ടാമത്തെ ലക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. തനിക്ക് ആരുടെയോ സാമീപ്യമുണ്ടെന്നോ അതല്ലെങ്കിൽ ചില രൂപങ്ങൾ നമ്മെ പിന്തുടരുന്നു എന്നോ എല്ലാ സമയത്തും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഒരു രൂപം ഇങ്ങനെ മുന്നിലൂടെ പോയോ എന്ന് തോന്നുക, അതല്ലെങ്കിൽ അപശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ശൈത്വാനീയത്തായ ബാധയുടെ ലക്ഷണമാണ്. മൂന്നാമത്തെ ലക്ഷണം, ഒരാളോടും നമുക്ക് ഇടപഴകാൻ സാധിക്കുകയില്ല, ഒന്നിനോടും ഒരു താല്പര്യമുണ്ടാവില്ല, ഒന്നിനോടും ഒരു വിഷയത്തിനോടും നമുക്കൊരു താല്പര്യമുണ്ടാകില്ല. നമ്മളുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ വന്നാൽ തന്നെ നമുക്കൊന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാതിരിക്കുക, അവരോടൊന്ന് ഇടപഴകി, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളോട് വരെ നമുക്കൊരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ വരും. നാലാമത്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വേദന അനുഭവപ്പെടും. ഈ വേദനയുടെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താനും സാധിക്കൂല. എന്തെന്നില്ലാത്ത വേദന വരിക, അത് എന്തുകൊണ്ടാണെന്നോ ഡോക്ടർമാരെ കണ്ടാലൊന്നും ചിലപ്പോൾ അതിന് ഒരു പ്രതിവിധിയോ അതല്ലെങ്കിൽ ഇന്നാലിന്ന രോഗമാണെന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരിക. ഇതൊക്കെ ശൈത്വാനീയത്തിൻ്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മുമ്പത്തെ മജ്ലിസിൽ പറഞ്ഞ ആ അമലിനെ നമ്മൾ ദായിമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ശൈത്വാനീയത്തായിട്ടുള്ള സകലമാന ബുദ്ധിമുട്ടുകളും മാറ്റിത്തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.